ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, എൻ്റെ കുട്ടികൾക്കും ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം, ഒരു നേന്ത്രപ്പഴം എടുത്ത് ഇതേപോലെ ചെറുതാക്കി അരിയുക. അതിനുശേഷം നമ്മുടെ ആപ്പിൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പാല് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ജ്യൂസായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സൊക്കെ എടുത്തതായി ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ജ്യൂസ് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് അവൽ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കൈവശമുള്ള എന്താണ്, ഫ്രൂട്ട്സ് ആണോ നട്ട്സ് ആണോ, അത് നിങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിളിൽ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ബദാമും പിന്നെ കറുത്ത മുന്തിരി, ഉണക്കമുന്തിരിയാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ ജ്യൂസ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ അവലും കൂടി കുറച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ കൈവശമുള്ളത് എന്താണോ അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഗസ്റ്റസ് വരികയാണെങ്കിൽ നമുക്കിത് കൊടുക്കാൻ ധൈര്യമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പിന്നെയും അത് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം അവലിട്ട് കൊടുത്ത് ആപ്പിൾ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് ജ്യൂസ് ഒഴിക്കുകയാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും വെക്കാം. ഏത് ഫ്ലേവറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ അതിൻ്റെ വിവരങ്ങൾ എന്തായാലും അറിയിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പകുതി മുക്കാൽ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും കാണുന്നവർ ഒത്തിരി പേര് സ്കിപ്പ് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.